ബൈലോസ് ഓഫ് ആൽക്കോൾ സർവീസ് വേൾഡ് സർവീസ് ഐഎൻസി ആണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ജനറൽ സർവീസ് ബോർഡിന്റെ ബൈലോസ് ആണെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്നത് വേൾഡ് സർവീസിന്റെ ബൈലോസ് ആണ്. അതൊക്കെയാണ് നിയമങ്ങൾ. നമുക്ക് നോക്കാം. അനുബന്ധം പി, അപ്പൻഡിക്സ് പി, Bylaws of Alcohol Service, World Service Incorporated, Article 1, Offices and Seals, Section 1, Offices. A business office of this corporation shall be located at such a place within the city of New York as may be fixed by the Board of Directors. The corporation may establish and maintain offices in any of the states of the United States, possessions, cities or towns therein, and such places as may from time to time be appointed by the Board of Directors. Section 2, Seal. The corporate seal shall be circular in form and shall have inscribed thereon the name of the corporation, the year of its organization, and the words corporate seal, state of New York. The corporations may alter and change said seal at its pleasure. Such seal may be used by causing it always facsimile thereof to be impressed or affixed or reproduced or otherwise. അനുബന്ധം പി, ആൽക്കോളിക്സ് അനോണിമസ് വേൾഡ് സർവീസ് ഇൻകോർപ്പറേഷന്റെ ബൈലോകൾ, ആൽക്കോളിക്സ് അനോണിമസ് വേൾഡ് സർവീസിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ബൈലോകൾ. ആർട്ടിക്കിൾ 1, ഓഫീസുകളും കോർപ്പറേറ്റ് മുദ്രയും. സെക്ഷൻ 1 അല്ലെങ്കിൽ വിഭാഗം 1, ഓഫീസുകൾ. ഈ കോർപ്പറേഷന്റെ പ്രധാന ബിസിനസ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് നഗരത്തിലുള്ള സിറ്റി ഓഫ് ന്യൂയോർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിശ്ചയിക്കുന്ന സ്ഥലത്തായിരിക്കും സ്ഥിതി ചെയ്യുക. കൂടാതെ ഡയറക്ടർ ബോർഡിന് ആവശ്യാനുസരണം അമേരിക്കൻ ഐക്യനാടുകളിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വിവിധ സംസ്ഥാനങ്ങളിലും അതിന്റെ അധീന പ്രദേശങ്ങളിലും, പൊസഷൻസ്, നഗരങ്ങളിലും പട്ടണങ്ങളിലും സമയാസമയങ്ങളിൽ നിശ്ചയിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും ഓഫീസുകൾ സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും കോർപ്പറേഷൻ അധികാരമുണ്ട്. സെക്ഷൻ 2, വിഭാഗം 2, കോർപ്പറേറ്റ് മുദ്ര അഥവാ സീൽ. കോർപ്പറേഷന്റെ ഔദ്യോഗിക മുദ്ര കോർപ്പറേറ്റ് സീൽ വൃത്താകൃതിയിലായിരിക്കും, സർക്കുലർ. ഈ മുദ്രയിൽ താഴെ പറയുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം: കോർപ്പറേഷന്റെ പേര്, കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം, കോർപ്പറേഷൻ സീൽ, സ്റ്റേറ്റ് ഓഫ് ന്യൂയോർക്ക് എന്നീ വാക്കുകൾ. കോർപ്പറേഷന് തങ്ങളുടെ ഇഷ്ടാനുസരണം ഈ ഔദ്യോഗിക മുദ്രയിൽ മാറ്റം വരുത്താനോ പുതിയ മുദ്ര സ്വീകരിക്കാനോ അവകാശമുണ്ട്. ഈ മുദ്ര നേരിട്ട് പതിപ്പിച്ചോ, ഇംപ്രസ്ഡ്, രേഖകളിൽ ചേർത്തോ, അഫിക്സ്ഡ്, ഇതിന്റെ പകർപ്പ് ഫാക്സിമൈൽ ഉപയോഗിച്ചോ, അച്ചടിച്ചോ, റീപ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ നിയമപരമായി അംഗീകരിക്കപ്പെടുന്ന മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ആർട്ടിക്കിൾ 1 പറയുന്നത് വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റിന്റെ പ്രധാന ഓഫീസ് ന്യൂയോർക്ക് നഗരത്തിൽ ഡയറക്ടർ ബോർഡ് തീരുമാനിക്കുന്ന സ്ഥലത്തായിരിക്കുമെന്നും ആവശ്യമെങ്കിൽ അമേരിക്കയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും ഓഫീസുകൾ തുറക്കാൻ ഡയറക്ടർ ബോർഡിന് അധികാരമുണ്ട് എന്നും കോർപ്പറേഷൻ ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുദ്ര, കോർപ്പറേറ്റ് സീൽ ഉണ്ടായിരിക്കുമെന്നും ആ മുദ്രയുടെ രൂപവും ഉപയോഗവും മാറ്റാനുള്ള അധികാരം കോർപ്പറേഷനുണ്ട് എന്നും നിയമപരമായ രേഖകളിൽ ഈ മുദ്രയോ അതിന്റെ ഔദ്യോഗിക പകർപ്പോ ഉപയോഗിക്കാമെന്നാണ് ആർട്ടിക്കിൾ 1 ബൈലോയിൽ